ഹലോ മക്കളെ, വെൽക്കം ടു അലൻ സാർസ് ക്ലാസ്. 10 മിനിറ്റിൽ നമ്മൾ ഈ ചാപ്റ്റർ തീർക്കാൻ പോകുന്ന ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ. ഓക്കെ, ഏറ്റവും സിംപ്ലസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾ മേടിക്കണതിൽ. അപ്പോൾ ഇതേപോലെ 10 മിനിറ്റിൽ വേറെ ഒരു ചാപ്റ്റർ വേണമെന്ന് കമന്റ് ചെയ്യുക, അലൻ സാർ ചെയ്തിരുന്നതായിരിക്കും. സോ ലെറ്റ് us begin. സി, നിങ്ങളുടെ ക്രാഷ് ബാച്ചിന്റെയും നിങ്ങളുടെ ശക്തി ബാച്ചിന്റെ അഡ്മിഷൻസ് ഒക്കെ ഓപ്പൺ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യം വേഗം തന്നെ ജോയിൻ ചെയ്തോ. ഒരു ഹിന്റ്, ഫ്രീ ആയിട്ട് ഈ ക്ലാസ്സസ് വേണമെങ്കിൽ, ക്രാഷ് ബാച്ച് വേണമെങ്കിൽ നിങ്ങൾ 9th അഡ്മിഷൻ എടുത്താൽ മതി. ഓൾറെഡി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സോ ജോയിൻ ചെയ്യുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം. ഈ ചാപ്റ്ററിൽ ആകെ 3 കാര്യം പഠിക്കാനുള്ളൂ. ഈ 3 ലൈനുകളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മക്കളെ. ഒരു പ്ലസ് നമ്പറും മൈനസ് നമ്പറും വന്ന് എന്താ ചെയ്യാന്നുള്ളത്. ഓക്കെ, അത് ഫോർ എക്സാമ്പിൾ 3 - 10, കുഞ്ഞു നമ്പർ മൈനസ് വലിയ നമ്പർ എന്താ ചെയ്യുക, അതിനുള്ള ട്രിക്ക് പറഞ്ഞുതരാം. ഒരു മൈനസ് നമ്പർ പിന്നെ പ്ലസ് നമ്പർ, ഓർഡർ മാറി. അപ്പൊ എന്താണ്, മൈനസ് നമ്പർ ആദ്യം വന്ന് പിന്നെ പ്ലസ് നമ്പർ വന്ന് എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതിനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നെ 2 മൈനസ് നമ്പർ വന്നാലും എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. വളരെ സിമ്പിളാ. ഈ 3 കാര്യം പഠിച്ചാൽ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പറയുന്നത് എന്താണ്, ഇത്രേ ഉള്ളൂ. ഈ ഇംഗ്ലീഷ് ഒന്നും കുറെ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇത്ര മനസ്സിലാക്കാനുള്ളൂ. 10 - 3. ഓക്കെ, 10 - 3 നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാം, 7 ആണ്. അതിലൊരു കുഴപ്പമില്ല. വലിയ നമ്പറിന് ചെറിയ നമ്പർ കുറയ്ക്കുന്ന ആർക്കും പ്രശ്നമില്ല. ഇനി ചെറിയ നമ്പറിൽ നിന്ന് വലുത് കുറച്ച് എന്താ സംഭവിക്കുക എടോ, 3ൽ നിന്ന് 10 കുറച്ചാൽ എന്താ ചെയ്യുക, നിങ്ങൾ തിരിച്ചാലോചിക്കുക, നിങ്ങൾ തലയും കുത്തിന് ആലോചിക്കുക. 10 - 3 എന്താ? 10 - 3 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തൊട്ടുമ്പ് 7. നിങ്ങൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ടൊരു മൈനസ് സൈൻ ഇടുക, ഇത്രയുള്ള സംഭവം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട, ഒരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം. 8 - 2 നിങ്ങൾക്ക് അറിയാം 6 ആണെന്ന്. ഓക്കെ, 2 - 8 എത്രയാ? 2 - 8 വളരെ സിമ്പിൾ. നിങ്ങൾ 8 - 2 തന്നെ ചെയ്യുക. അപ്പൊ എത്ര? 6. ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി, ഒരു മൈനസ് സിമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. അതാ പറയുന്നത്, എക്സ് മൈനസ് വൈ ചെയ്യുന്നതിന് പകരം വൈ മൈനസ് എക്സ് ചെയ്യും, ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. അതാണ് ഇവർ പറയുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് റാപ്പിഡ് ഫയർ ആയിട്ട് ചെയ്യാം. 7 - 12 നമ്മൾ എന്താ ചെയ്യാവുന്നത്, 7 ചെറിയ നമ്പർ, 12 വലിയ നമ്പർ. 7 - 12 12 - 7 ചെയ്താൽ 12 - 7 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും എനിക്കറിയാം 5 ആണ്. പക്ഷേ 5 അല്ല വേണ്ടത്, അതിന്റെ മൈനസ് ഇടണം. അപ്പൊ മൈനസ് ഇട്ടു, കഴിഞ്ഞു. അടുത്തത് 18 - 25, ചെറുത് മൈനസ് വലുതല്ല, വലുത് മൈനസ് ചെറുത് ചെയ്യും. 25 - 18 എന്ന് പറയുമ്പോൾ എത്ര വരിക, ഒരു 7 എന്തോ വരും അല്ലേ, 7 വരും. ഓക്കെ, 7 വരും. പക്ഷേ 7 അല്ല ഇടേണ്ടത്, -7 ഇടണം. അതേപോലെ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പം അത് പ്രാക്ടീസ് ചെയ്യാം. അപ്പം ചെറുത് മൈനസ് വലുത്, സ്മോൾ മൈനസ് ബിഗ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ഓർഡർ തിരിച്ച് മാറ്റേണ്ട, മൈനസ് ഇടുക. സിമ്പിൾ സാധനം. ഫസ്റ്റ് ടോപ്പിക് ക്ലിയർ. ഓക്കെ, അതേപോലെ ഞാൻ കുറച്ച് കുറേ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്, അതേപോലെ ഡെസിമൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങളിതാ ഒന്ന് പോസ് ചെയ്യുക. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, രസമുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ പിടിച്ചോ. നോക്കിയേ, 3.6 - 7.9 വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഡെസിമൽ ക്വസ്റ്റൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നോക്കിയേ, നിങ്ങൾ 7.9 - 3.6 ചെയ്താൽ അപ്പോൾ നിങ്ങൾ 79 - 36 ചെയ്യുന്ന പോലെ ഡോട്ട് ഉണ്ട്, അത് പിന്നീട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും നമുക്കിവിടെ 3 4 43. പക്ഷേ 4.3 ഞാൻ ചെയ്തു. പക്ഷേ അത് 7.9 - 3.6 ആണ്. ഒരു ഡോട്ട് ഇടാൻ മറക്കരുത്. ഓക്കെ, അതുപോലെ അത് മൈനസ് ഇടാൻ മറക്കരുത്. അപ്പോൾ 4.3 ആണ്, പക്ഷേ മൈനസ്. ഓക്കെ, അത് വലുതിൽ നിന്ന് ചെറുതിടുക, മൈനസ് ഇടാൻ മറക്കരുത്. അത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്യാനുള്ളത്. ഫസ്റ്റ് ടോപ്പിക് ഡൺ. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ഇത്രേ ഉള്ളൂ. ഒരു മൈനസ് നമ്പർ പ്ലസ് വേറെ നമ്പർ, ഫോർ എക്സാമ്പിൾ -3 + 2, അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് വരിക, -3 + 10. ആദ്യം മൈനസ് നമ്പർ വന്നു, പിന്നെ പ്ലസ് വന്നു. അപ്പൊ എന്താ ചെയ്യുക, ഒരു പ്രശ്നമല്ല. അവിടെ പ്ലസ് നടുക്കിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ മാറ്റാം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 + 3 3 + 2 സെയിം അല്ലേ, 2 5 അല്ലേ. പ്ലസ് നടുക്കിൽ വരുന്നുണ്ടെങ്കിൽ ഓർഡർ മാറ്റാം. അപ്പൊ നോക്കിയേ, -3 - 10 പ്ലസ് ഇവിടെ വെച്ചു, -3 ഇങ്ങോട്ട് എടുത്തിട്ട് 10 ഇങ്ങോട്ട് എടുത്തിട്ട്. അപ്പൊ എന്താ സംഭവിക്കുക, 10 - 3. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ 10 പ്ലസ് -3 ഉണ്ട്, ആ പ്ലസ് ഇങ്ങോട്ടുണ്ട്. ഓക്കെ, അപ്പൊ 10 പ്ലസ് -3 ഉണ്ട്, 10 - 3. എത്ര ആൻസർ 7. ഓക്കെ, അപ്പം പ്ലസ് നടുക്കിലുണ്ടെങ്കിൽ ഓർഡർ മാറ്റിക്കോ. പ്ലസ് നടുക്കിലുണ്ട്, ഓർഡർ മാറ്റിക്കോ. 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. -15 + 8 നടുക്കില് പ്ലസ് ആണോ, ഓർഡർ മാറ്റിക്കോ. ഓക്കെ, അപ്പം എന്താണ് ഒരു ആൻസർ, നമുക്ക് ഓർഡർ മാറ്റാം. അപ്പം എന്താണ് 8 - 15. ഓക്കെ, 8 - 15. 8 - 15 എന്താ, ചെറുതിൽ നിന്ന് വലുത് മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് ചെയ്യണം. 15 - 8 എത്രയാ, 7. പക്ഷെ നമ്മൾ ഓർഡർ മാറ്റിയതുകൊണ്ട് ഒരു മൈനസ് ഇടണം. അത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, ഇതാ നിങ്ങൾക്ക് ഈ കുറേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പ്രാക്ടീസിന് വെച്ചിട്ടുണ്ട്. നമുക്ക് 2-3 ചെയ്ത് നോക്കാം. നടുക്കില് പ്ലസ് ആണ്, ഓർഡർ മാറ്റിക്കോ. അപ്പം എന്താ കിട്ടുക, 11 അവിടെ വന്നു, -6 വന്നു. 11 - 6 എത്ര, 5. സിമ്പിൾ. അടുത്തത് നടുക്കില് പ്ലസ് ആണ്, അപ്പോൾ ഓർഡർ മാറ്റിക്കോ. 7 -18 അങ്ങനെ തന്നെ കൊണ്ടുവരണം. ഈ മൈനസ് ഇവിടെ വെക്കരുത്, -18 ആയിട്ട് തന്നെ കൊണ്ടുവരണം.
അപ്പം 7 - 18 എന്താ ചെയ്യുക? അപ്പം നമ്മൾ ചെയ്യേണ്ടത് 18 - 7 എത്രയാ? 18 - 11. ഓക്കെ, ഇനി നമ്മൾ ചെറുതെന്ന് വലുതും വലുതും ചെറുത് ചെയ്തുകൊണ്ട് ഒരു മൈനസ് ഇടാൻ മറക്കരുത്. ഓക്കെ, 40 നടുക്കിൽ പ്ലസ് ആണ്. അപ്പോൾ 40 - 25. അത് വളരെ സിമ്പിൾ. 40 - 25 കുറച്ച് എന്താ വലുത് മൈനസ് ചെറുത് തന്നെ. അപ്പോൾ 15. ഓക്കെ, ഇങ്ങനെ ഈ സാധനങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. 10 അത്രയും ചെയ്യാം മക്കളെ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വെച്ചത്. ഓക്കെ, ഇതാ ഇത്രയും ക്വസ്റ്റ്യൻസ്, 23 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യണ ആൻസറും വെച്ചിട്ടുണ്ട്. നോക്കുക, ചെയ്യുക, പഠിക്കുക. ഓക്കെ, എക്സാം പറഞ്ഞ ക്ലാസ് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അലൻ സാറിൻ്റെ വേറെ ഏത് ചാപ്റ്റർ വേണം 10 മിനിറ്റിൽ എന്ന് പറയാം. അങ്ങനെ ചാപ്റ്റർ കഴിയാനായി. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് മൈനസ് 2 നമ്പർ വന്നാൽ എന്താ ചെയ്യുക? 2 മൈനസ് നമ്പർ വന്നാൽ എന്താ ചെയ്യുക? ഒന്നും ചെയ്യണ്ട. -3 - 10 വന്നത് 2 നെഗറ്റീവ് നമ്പർ വന്നാൽ 2നെ കൂട്ട്. 3 + 10 എത്രയാ? 3 + 10 എന്ന് പറയുമ്പോൾ 13. ഒരു മൈനസ് ഇട്ട അവസാനം -13. അവിടെ 2 വില്ലന്മാർ സിനിമയിൽ വന്ന വില്ലന്മാരുടെ ആ നെഗറ്റിവിറ്റി സ്ട്രോങ് ആവൂലേ? അതേപോലെ -2 - 3 എത്രയാ? 2 മൈനസ് നമ്പർ വന്ന അവരെ കൂട്ട്. 2 + 3 ആഡ് ചെയ്യും. എത്രയാ? 5. പക്ഷെ മൈനസ് ഇടാൻ മറക്കരുത്. കാരണം ആ ഫുള്ള് നെഗറ്റീവിൽ അങ്ങ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി. -12 - 14. 2 നെഗറ്റീവ് നമ്പർ വന്നാൽ 2നെ ആഡ് ചെയ്യും. 12 + 14 എത്രയാ? 12 + 14 26. ഓക്കെ, മൈനസ് ഇടാൻ മറക്കരുത്. ഇവിടെ മൈനസ് വെറുതെ ഇട്ടാൽ മതി. ഇവിടെ മൈനസ് വെറുതെ ഇടല്ല, ഒരു ബ്രാക്കറ്റ് ഇടണം. അല്ലെ തെറ്റു കേട്ടോ, അല്ലെ തെറ്റും. ഓക്കെ, അപ്പോൾ ഈ സംഭവങ്ങൾ കിട്ടി. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇനി മിക്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ -3 - 1 എന്താ ചെയ്യുക? 2 മൈനസ് നമ്പർ. അപ്പോൾ 3 + 1 ചെയ്തേ അപ്പോൾ എത്രയാ? 4. ഓക്കെ, മൈനസ് ഇടാൻ മറക്കരുത് ഇവിടെയും ഇവിടെയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ -7 - 8 അല്ലെ? 4ാമത്തെ ക്വസ്റ്റ്യൻ എത്രയാ? -7 - 8 എത്രയാ? മൈനസ് പുറത്തെടുക്കുക. 7 + 8 എടുക്കുക. 7 + 8 എത്ര? 15. മൈനസ് ഇടാൻ മറക്കരുത്. ഓക്കെ, അതും കിട്ടി. ഇനി ഇതാ -1 - 1. അപ്പോൾ നമ്മൾ ചോദിക്കും -1 - 1 സാർ 0 അല്ലേ? -1 - 1 എടോ, ആ മൈനസ് മാറ്റി വെക്കുക. 2 നെഗറ്റീവ് ഉണ്ട്, ആഡ് ഈ നമ്പേഴ്സ്. 1 + 1 2 ആണ്. മൈനസ് ഉള്ളതുകൊണ്ട് നമ്മൾ മൈനസ് ഇടുന്നു, പുറത്തുള്ളൂ -2. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അത് പോരാതെ ഇതാ ഞാൻ നിങ്ങൾക്ക് വേറെ സെറ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മുടെ -5 - 2 2 മൈനസ് ആണ്. അവരെ കൂട്ട് 5 + 2 7. ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, -12 - 7 2 മൈനസ് ആണ്. 12 + 7 എത്രയാ? 19. ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. -18 - 5 18 + 5 എത്രയാ? 23. 23 എടുക്കുന്നു, ഒരു മൈനസ് ഇട്ട് കൊടുക്കുന്നു. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കമൻറ്റ് ചെയ്ത ആൻസർ, ഇതിൻ്റെ ആൻസർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, സർപ്രൈസ്. ഓക്കെ, ഇതും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക, ഇതും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക, ഇതും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് സമയമായിട്ടല്ല പോസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതും അതിൻ്റെ ആൻസേഴ്സാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ തന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, റെഡി. ഇനി മിക്സ് ആയിട്ട് വേണ്ടിയിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ ടോപ്പിക്കും കൂടി മിക്സ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ രസമുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതും കൂടി പറ്റുകയാണ് കമൻറ്റ് ചെയ്തോ. ഓക്കെ, രസമുള്ള ക്വസ്റ്റ്യൻ ആണ്, കമൻറ്റ് ചെയ്തോ. ഓക്കെ, ഇനി അതിൻ്റെ ആൻസറും വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കി ചെയ്തോ. ഇനി വേർഡ് പ്രോബ്ലത്തിനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. ഇതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തുതരാം. വേർഡ് പ്രോബ്ലം കഥ പോലെ ചോദിക്കുന്നത് ഇതും കൂടി ചെയ്യണം. എന്നാൽ നിങ്ങൾ ചാപ്റ്റർ സെറ്റാണ്. ഇതേപോലെ അടിപൊളിയായിട്ട് പഠിക്കുന്ന മക്കൾ നിങ്ങൾക്ക് എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്യും. താഴെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. ക്രാഷ് ബാച്ച് ഉണ്ട്, ലൈവ് ബാച്ച് ഉണ്ട്, ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്. ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് അഡ്മിഷൻ വേണമെങ്കിൽ 9th അഡ്മിഷൻ എടുത്താൽ മതി. ഓക്കെ, എ ഡൈവർ ഇസ് 5 മീറ്റർ ബിലോ സീ ലെവൽ. ഒരു മുങ്ങൽ എന്താണ് ഇതിന് മലയാളത്തിൽ പറയുക? വെള്ളത്തിന് താഴേക്ക് പോകുന്ന മനുഷ്യൻ. 5 മീറ്റർ താഴെയാണ് വെള്ളത്തിൻ്റെ. ഓക്കെ, ഓൾറെഡി. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെയാണ്, നമ്മുടെ വെള്ളത്തിൻ്റെ മേൽ. ഓക്കെ, ഇയാൾ ഓൾറെഡി 5 മീറ്റർ താഴെയാണ്. 5 മീറ്റർ താഴെയാണ് നമ്മുടെ ഈ മനുഷ്യനെ വിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഹീ സ്വിംസ് അപ്പ് 2 മീറ്റർ. അയാൾ 2 മീറ്റർ മുകളിലേക്ക് വന്നു. ഓക്കെ, 2 മീറ്റർ വന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പം -5 ആയിരുന്നു. ഓക്കെ, 5 ആയിരുന്നു. പിന്നെ അയാൾ മേലേക്ക് വന്നുകൊണ്ട് +2 ആയി. ഓക്കെ, ദെൻ ഡൈവ്സ് 6 മീറ്റർ മോർ ഡൗൺ. അപ്പോൾ പിന്നെ അയാൾ വീണ്ടും 6 മീറ്റർ താഴേക്ക് പോയി. 6 മീറ്റർ താഴേക്ക് പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് 5 മീറ്റർ താഴേക്ക് വന്നു. -5 +2. അപ്പോൾ എന്താ സംഭവിക്കുക? -5 +2. നടുക്കിൽ പ്ലസ് വരുമ്പോൾ ഓർഡർ മാറ്റിക്കോ. 2 - 5 എത്രയാ? -3. ഇപ്പോൾ ഇയാൾ -3. അപ്പം നമ്മുടെ ചേട്ടൻ ആദ്യം -5ലേക്ക് വന്നു, +2 വന്നു. അപ്പോൾ എത്രയാ? ഇയാൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഈ ലെവല്. ഇത് -3 മീറ്ററിലാണ്. -3 മീറ്ററിലാണ് അയാൾ നിൽക്കുന്നത് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ടാണ് അയാൾ താഴേക്ക് 6 മീറ്റർ പോകുന്നത്. -3 മീറ്ററുള്ള ഈ ചേട്ടൻ 6 മീറ്റർ താഴേക്ക് പോയി. അപ്പോൾ നമ്മൾ വീണ്ടും -6 എടുക്കും. താഴേക്ക് മൈനസ്, മേലേക്ക് പ്ലസ് കേട്ടോ.
അപ്പോൾ നമുക്ക് എന്താ 2 മൈനസ് വന്നാൽ അവരെ കൂട്ടുക, 3 + 6 വരും. അപ്പോൾ എത്ര വരിക 9. ഓക്കെ, പക്ഷേ മൈനസ് ഇടാൻ മറക്കരുത്. അപ്പം ഇപ്പം അയാൾ എത്രയാണ്, ഈ -3ഉം ഈ -6ഉം കൂടി കൂട്ടിയിട്ട് എത്ര, -9 മീറ്റർ താഴെയാണ് ഉള്ളത്. ഓക്കെ, റെഡി. ഇനി എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, അയാൾ 4 മീറ്റർ മേലേക്ക് വന്നാൽ, ഓക്കെ, അയാൾ 4 മീറ്റർ മേലേക്ക് വന്നാൽ അയാളുടെ ഇപ്പോഴത്തെ ലെവൽ എന്താ? ഇപ്പോൾ അയാൾ -9 മീറ്ററിലാണ്, അതിൽ നിന്ന് 4 മീറ്റർ മേലേക്ക് വന്നാൽ എത്ര ലെവലിന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടെ ചാപ്റ്റർ കഴിഞ്ഞു. വിത്തിൻ 10 മിനിറ്റ്സ് ഈസിലി. പിന്നെ ക്രാഷ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആൻസർ. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.